മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ ഇലാസ്തികത അളക്കുന്ന രീതികൾ. ഇലാസ്തികത അളക്കുന്നതിന് 3 രീതികളുണ്ട്. അതിൽ ഫസ്റ്റ് ശതമാന രീതി. ശതമാന രീതി പ്രകാരം എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി അളക്കുന്നത് എന്ന് നോക്കാം. പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം ഡിമാൻഡിലുണ്ടാകുന്ന ശതമാന മാറ്റത്തെ വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റം കൊണ്ട് ഹരിച്ചിട്ടാണ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ശതമാന രീതിയിൽ ഇലാസ്തികത അളക്കുന്ന സമവാക്യമാണ് ഡിമാൻഡിലുണ്ടാകുന്ന ശതമാന മാറ്റം ബൈ വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റം. വേറൊരു സമവാക്യം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ക്യൂവിൻ്റെയും പിയുടെയും ഇടതുവശത്ത് കാണിക്കുന്ന ചിഹ്നം സൂചിപ്പിക്കുന്നത് ഡെൽറ്റ എന്നാണ് വായിക്കുക, അതായത് ചേഞ്ചസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഈ ഇക്വേഷനിൽ പി സൂചിപ്പിക്കുന്നത് ഇനീഷ്യൽ പ്രൈസാണ്, ആദ്യ വില, ഒരു സാധനത്തിൻ്റെ ആദ്യ വില. ക്യൂ ആദ്യ ഡിമാൻഡ്, ഇനീഷ്യൽ ഡിമാൻഡ്. ഡെൽറ്റ പി വിലയിലെ മാറ്റം, ചേഞ്ചസ് ഇൻ പ്രൈസ്. ഡെൽറ്റ ക്യൂ ഡിമാൻഡിലെ മാറ്റം, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ശതമാന രീതി പ്രകാരം, പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം ഇലാസ്തികത കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ, അതായത് ഡിമാൻഡ് ഉണ്ടാകുന്ന ശതമാന മാറ്റം ഹരിക്കണം വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റം.